നമസ്കാരം, എല്ലാവർക്കും ഡിജിനെസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതായത് CPCB-യുടെ പുതിയ റിക്രൂട്ട്മെന്റ് 2026 സംബന്ധിച്ച പ്രധാന വിവരങ്ങളാണ്. CPCB-യിൽ 51 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. വിവിധ തസ്തികകളിലായി 38,741 മുതൽ 1,71,597 രൂപ വരെ പ്രതിമാസ ശമ്പളം ലഭിക്കുന്ന അവസരമാണിത്. ഈ റിക്രൂട്ട്മെന്റിന്റെ മുഴുവൻ എലിജിബിലിറ്റി, വാക്കൻസി, സാലറി, ഏജ് ലിമിറ്റ്, സെലക്ഷൻ പ്രോസസ്സ്, അപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്നിവ വിശദമായി നോക്കാം. ആദ്യം വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. സയന്റിസ്റ്റ് D ഒരു വേക്കൻസിയാണ്. മാസ ശമ്പളം 1,71,597 രൂപ. സയന്റിസ്റ്റ് C 8 വേക്കൻസിയാണ്. മാസ ശമ്പളം 1,48,997 രൂപ. സയന്റിസ്റ്റ് B 12 വേക്കൻസീസ് ആണ്. മാസ ശമ്പളം 1,25,380 രൂപ. അസിസ്റ്റന്റ് മാനേജർ ഫിനാൻസ് 3 വേക്കൻസീസ് ആണ്. മാസ ശമ്പളം 1,19,272 രൂപ. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ഒരു വേക്കൻസിയാണ്. മാസ ശമ്പളം 77,654. സയന്റിഫിക് അസിസ്റ്റന്റ് 13 വേക്കൻസീസ് ആണ്. മാസ ശമ്പളം 77,654. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 4 വേക്കൻസീസ് ആണ്. മാസ ശമ്പളം 57,498. ഫീൽഡ് അസിസ്റ്റന്റ് 8 വേക്കൻസീസ് ആണ്. മാസ ശമ്പളം 38,741. അങ്ങനെ ആകെ 51 വേക്കൻസീസ് ആണ് ഉള്ളത്. ഇനി ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. ഓരോ പോസ്റ്റിനും വ്യത്യസ്ത എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫീൽഡ് അസിസ്റ്റന്റ് പോസ്റ്റിന് 10ാം ക്ലാസ്സോ +2 സയൻസ് സബ്ജക്റ്റിൽ പാസ്സായിരിക്കണം. കൂടാതെ മിനിമം 55% മാർക്ക് വേണം. വേസ്റ്റ് വാട്ടർ സാമ്പിൾ പ്രിസർവേഷൻ എന്നിവയെക്കുറിച്ചുള്ള നോളജ് ആവശ്യമാണ്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിന് സയൻസിൽ ഫസ്റ്റ് ക്ലാസ് ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ BCA ആവശ്യമാണ്. കൂടാതെ MS വേർഡ്, എക്സൽ, പവർ പോയിന്റ്, സ്കിൽ ടെസ്റ്റും ഇംഗ്ലീഷ് ടൈപ്പിംഗ് 45 വേർഡ്സ് പെർ മിനിറ്റ്, ഹിന്ദി ടൈപ്പിംഗ് 35 വേർഡ്സ് പെർ മിനിറ്റ് എന്ന ടൈപ്പിംഗ് റിക്വയർമെൻറ്റും ഉണ്ട്. മറ്റുള്ള സയന്റിസ്റ്റ്, സയന്റിഫിക് അസിസ്റ്റന്റ് തുടങ്ങിയ പോസ്റ്റുകൾക്ക് എൻവയോൺമെന്റ് സയൻസ്, നാച്ചുറൽ സയൻസ്, എഞ്ചിനീയറിംഗ്, ടെക്നോളജി തുടങ്ങിയ സ്പെസിഫിക് ക്വാളിഫിക്കേഷൻസ് ആവശ്യമാണ്. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 32 വയസ്സും ഫീൽഡ് അസിസ്റ്റന്റ് 27 വയസ്സുമാണ് അപ്പർ ഏജ് ലിമിറ്റ്. സയന്റിസ്റ്റ് B അസിസ്റ്റന്റ് മാനേജർ ഫിനാൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, സയന്റിഫിക് അസിസ്റ്റന്റ്, ടാക്സോണമിസ്റ്റ് എന്നീ പോസ്റ്റുകൾക്ക് 35 വയസ്സാണ്. അപ്ലിക്കേഷൻ ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഓൺലൈൻ അപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് 2026 ഓഗസ്റ്റ് 24 രാവിലെ 10 മണിക്കാണ്. അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള അവസാന ഡേറ്റ് വരുന്നത് 2026 സെപ്റ്റംബർ 7 രാത്രി 11:59 വരെയാണ്. അപ്ലിക്കേഷൻ ഫീ ഇല്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. CPCB ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. രജിസ്ട്രേഷൻ ചെയ്യാൻ വാലിഡ് ഇമെയിൽ IDയും ആക്റ്റീവ് മൊബൈൽ നമ്പറും ആവശ്യമാണ്. രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം ലഭിക്കുന്ന രജിസ്ട്രേഷൻ നമ്പർ നോട്ട് ചെയ്ത് സൂക്ഷിക്കുക. തുടർന്ന് രജിസ്ട്രേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അപ്ലിക്കേഷൻ ഫോമിൽ പോസ്റ്റ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് തുടങ്ങിയ ഡീറ്റെയിൽസ് നൽകണം. ഫോട്ടോ, സിഗ്നേച്ചർ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ ആവശ്യമായ രീതിയിൽ അപ്ലോഡ് ചെയ്യണം. എല്ലാ വിവരങ്ങളും വീണ്ടും പരിശോധിച്ച ശേഷം ഫൈനൽ സബ്മിഷൻ നടത്തുക. ഒരു പ്രധാന കാര്യം കൂടി, അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ വിവരങ്ങളും വളരെ ശ്രദ്ധിച്ച് പരിശോധിക്കുക. കൂടാതെ ഒരാൾക്ക് ഒന്നിലധികം പോസ്റ്റിലേക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് അപ്ലിക്കേഷൻ നൽകണം. ഈ റിക്രൂട്ട്മെന്റ് കോൺട്രാക്ട് ബേസിസ് ആണ്. ഇനീഷ്യൽ എൻഗേജ്മെന്റ് 1 വർഷത്തേക്കാണ്. പെർഫോമൻസും റിക്വയർമെന്റ്സും അനുസരിച്ച് എക്സ്റ്റൻഷൻ ലഭിക്കാം. ഇതൊരു റെഗുലർ CPCB പെർമനന്റ് ജോബായി കണക്കാക്കാൻ പാടില്ല. സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എന്നിവ മീറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റിന് ഇന്റർവ്യൂ, റിട്ടേൺ ടെസ്റ്റിലേക്ക് വിളിക്കാം. സെലക്ഷൻ, ഇന്റർവ്യൂ, റിട്ടേൺ ടെസ്റ്റ് ഫോളോഡ് ബൈ ഇന്റർവ്യൂ എന്ന രീതിയിലാണ് നോട്ടിഫിക്കേഷനിൽ നൽകിയിരിക്കുന്നത്. ഇന്റർവ്യൂ ഡൽഹിയിലാണ് നടത്തുന്നത്. ഇന്റർവ്യൂവിനായി വരുന്ന ഔട്ട് സ്റ്റേഷൻ കാൻഡിഡേറ്റിന് TA, DA അല്ലെങ്കിൽ അക്കോമഡേഷൻ CPCB നൽകില്ല. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഈ പോസ്റ്റുമായി മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവസാന തീയതി വരെ കാത്തിരിക്കാതെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. കൂടാതെ അപ്ലിക്കേഷൻ ഫീസ് ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. CPCB വെബ്സൈറ്റിലെ ജോബ്സ് സെക്ഷൻ വഴിയാണ് ഓൺലൈൻ അപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്തരത്തിലുള്ള പുതിയ ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റ്സ് ദിവസവും ലഭിക്കാൻ ഡിജിനെസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യൂ.